ഹലോ ഗായ്സ്, വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ മാംഗോ ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ കുറച്ച് മാങ്ങ എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലോട്ട് 4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഒരു ലായനി പോലെ തയ്യാറാക്കുന്നുണ്ട്. ഈ പഞ്ചസാരയിലേക്കാണ് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള മാങ്ങ ചേർക്കേണ്ടത്. അപ്പോൾ പഞ്ചസാര ലായനി നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചിട്ട് അതിലത്തെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റും. പിന്നെ അപ്പോഴേക്കും നമ്മളെ പഞ്ചസാര ലായനി റെഡി ആയിട്ടുണ്ടാവും. അതായത് എങ്ങനെയാണ് റെഡിയായി നോക്കുന്നത്, കയ്യിലൊന്ന് പിടിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒട്ടുന്ന ലെവലിലേക്കാവും. അപ്പോൾ അതാണ് നമ്മളെ പാകം. അതിലോട്ട് മാങ്ങയുടെ ജ്യൂസ് ഒന്ന് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ തള വന്നതിന് ശേഷം തീ ഒന്ന് സിമ്മിലിട്ടതിന് ശേഷമാണ് ഇളക്കി കൊടുക്കുന്നത്. എന്താ വെച്ചാൽ ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്, മേത്തിക്കൊക്കെ ആവാൻ നല്ല ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ടാണ് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടി കട്ടിയുള്ള പാത്രം അതാണ് എടുക്കാൻ പറഞ്ഞത്. അടിയിലും സൈഡിലൊക്കെ ആവുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇത് ചേർക്കുമ്പോൾ തീ സിമ്മിലിട്ടിട്ട് തന്നെ വേണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുവിധം നമ്മുടെ മാംഗോ ജാം ആയിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ വെള്ളം വറ്റാണ്ട്, അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ മാംഗോ ജാം റെഡി ആയിട്ടുണ്ട്. ഈ തിക്കിലാണ് നമ്മൾ ജാം എടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യത്തിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.